ഹായ് ഹലോ, എൻ്റെ പേര് ദീപ്തി. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഒരു കാരണം നിങ്ങൾ മേ ബി DHS, DME അല്ലെങ്കിൽ എനി അതർ എക്സാം ഫോർ നഴ്സസ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, പഠിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ മക്കളോ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്നാൽ ഞാൻ VK നഴ്സസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് ആണ്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് കേട്ടിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2020 ആദ്യമായിട്ടൊരു ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് സൂരജ് സാറിനെ കോൺടാക്ട് ചെയ്യുന്നത്. എനിക്ക് DHS എക്സാം പ്രിപ്പയർ ചെയ്യണം, സാറിൻ്റെ ക്ലാസ്സിൽ ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഐ എം റിയലി വെരി ഇംപ്രസ്ഡ്. ക്ലാസ്സിന് ശേഷം സാറ് നോട്ട്സ് അയച്ചു തന്നു. അപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയായി, കാരണം ക്യാപ്സ്യൂൾ നോട്ട്സ് ആയിരുന്നു ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഞാൻ അന്ന് DHSന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അറ്റ് ദ സെയിം ടൈം ഞാൻ DHA എക്സാം പഠിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. അപ്പം ഹസ്ബൻഡ് ദുബായിലായിരുന്നു. ഐ റിയലി വാണ്ട് ടു സ്റ്റേ വിത്ത് ഹിം. സോ ഞാൻ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. നമ്മുടെ PSC എക്സാമും DHA എക്സാമും ഒക്കെ എഴുതിയവർക്കറിയാം, രണ്ടും ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്ന ആ എക്സാമിന് എനിക്ക് 233 റാങ്ക് കിട്ടി. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ തലയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. 2024 ഞാൻ വീണ്ടും സാറിനെ കോൺടാക്ട് ചെയ്തു, കാരണം എൻ്റെ പേരൻസ് വരെ ഞാൻ അറിഞ്ഞു DME എക്സാം ഉടനെ തന്നെ ഉണ്ടാകും, അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ പോകുന്നു എന്നുള്ള ന്യൂസസ് കണ്ട് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ വീണ്ടും ഇതൊന്ന് പ്രിപ്പയർ ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്തു. അപ്പം വിത്തൗട്ട് എനി സെക്കൻഡ് തോട്ട് ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തത് സൂരജ് സാറിനെയാണ്. 4 വർഷത്തിന് ശേഷം സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പം കുറേയധികം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സാറിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള നോട്ട്സ് ആയിരുന്നു തരുന്നത്, ഇപ്പോൾ പ്രിന്റഡ് നോട്ട്സ് ഉണ്ട്. അതേപോലെ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് സാറ് വെറുതെ സംസാരിക്കും. സാറ് നോർമലി സംസാരിക്കുന്നതായിരിക്കും, പക്ഷേ നമുക്ക് അത് വലിയൊരു മോട്ടിവേഷനാണ്. 5 വർഷം മുമ്പുള്ള ഒരു മനസ്സായിരിക്കത്തില്ല നമുക്കിപ്പോൾ ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മാരീഡ് ആയിരിക്കും, 2-3 കുട്ടികൾ കാണും, ലോൺ കാണും, അതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോകേണ്ടി വരും, ഒരു 100 കാര്യങ്ങൾ വേറെ കാണും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രഷറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം അതിനുവേണ്ടി സാർ എന്താണ് നമുക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ കോളേജിൽ പഠിച്ചതുപോലെ മറ്റ് ബുക്കുകളിൽ നിന്നും റെഫർ ചെയ്തൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ സാറ് സോർട്ട് ചെയ്ത് ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour ക്ലാസ് പോലെ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും വിത്ത് മലയാളം എക്സ്പ്ലനേഷൻ. അപ്പം നമ്മൾ ചിന്തിക്കും, പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പം ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നന്നായിരുന്നേനെന്ന്. എനിവേ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 2020 ഞാൻ DHSന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ അപ്പച്ചി, അന്നൊരു 70 വയസ്സൊക്കെ കാണും, എൻ്റെ കൂടെ വന്നിരുന്ന് സാറിൻ്റെ ക്ലാസ് കേൾക്കും. സാറ് എന്തെങ്കിലുമൊക്കെ കോമഡി മൊമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നല്ല എൻ്റർടൈൻഡ് ആയിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചി എൻ്റെ കൂടെ വന്നിരിക്കാറുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഓരോ ഇൻസിഡൻസുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട്. ഒരു വട്ടം നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തില്ല. പിന്നെ ഓഫ് കോഴ്സ് എല്ലാ എക്സാമിൻ്റെയും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശ്രമമാണ്, അല്ലേ? ബിഫോർ എനിത്തിങ് എൽസ്, പ്രിപ്പറേഷൻ ഈസ് ദ കീ ടു സക്സസ് എന്നാണല്ലോ. സോ സാറിൻ്റെ ജോലി സാറ് കറക്റ്റായിട്ട് ചെയ്ത് നമ്മുടെ ജോലി സാർ ഈസി ആക്കി തരുന്നുണ്ട്. അത് നമുക്ക് മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. So set a goal, work hard, final will be the success, and make it as a habit. Thank you.